ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണു എന്നാണ് വിചാരിക്കുന്നത്. എനിക്കും സന്തോഷമായിട്ടിരിക്കണു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര മഴയും തണുപ്പും, മഴ പെയ്തതോടുകൂടി തണുപ്പൊക്കെ കൂടി. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല സുഖമില്ലാത്തൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്നാലും എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ അങ്ങ് പോണു, അത്ര തന്നെ. പിന്നെ വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് അന്ന് മറ്റേ 2019 എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. 2020 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം എല്ലാവരും കാണണം. വീഡിയോ പണ്ടത്തെ പോലെ അങ്ങനെ എല്ലാവരും കാണുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ അപേക്ഷിച്ച് നോക്കിയാൽ വീഡിയോ കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതെന്ത് പറ്റി? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് ചെയ്യുന്നതിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതൊക്കെയാണെങ്കിലും വീഡിയോ കാണാൻ കുറച്ച് ലേറ്റ് ആകുമ്പോഴേക്കും ചേച്ചി എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്ന നമ്മുടെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോഴാണ് വീഡിയോ ചെയ്യണമല്ലോ എന്ന് നമുക്ക് തോന്നണം. അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്. അതിലൊരു കുട്ടി എന്നോട് ചോദിച്ചാലും ചേച്ചി ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമാണ്. നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എവിടെ പോയി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊരു ഡിസ്റ്റർബൻസ് ഒന്നും അല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ഒരു പാത്രവും പിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്താ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ തമ്പനയിൽ കണ്ടവർക്ക് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവും. അല്ലാത്തവർ വിചാരിക്കും, എന്താ വിചാരിക്കുക, പല രീതിയിൽ വിചാരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞേക്കാം, ഇത് നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെന്ന മിക്സ് ചെയ്യുന്ന തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഹെന്ന ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒരുവിധം എല്ലാവരും തന്നെ ഹെന്ന യൂസ് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നേരത്തെയൊക്കെ ആണെങ്കിൽ പറയുമായിരുന്നു ഈ തലമുടി നരച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അത് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെന്ന ഉപയോഗിക്കുന്നതെന്നൊക്കെ പണ്ടൊക്കെ പറയുമായിരുന്നു. പണ്ടെന്നല്ല, കുറച്ച് ഇടവരെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഹെന്ന ഉപയോഗിക്കുന്നത് മുടി നന്നായിട്ട് വളരുന്നതിനും മുടിക്ക് നല്ലൊരു സിൽക്കി ടൈപ്പായിട്ട് കിടക്കുന്നതിന്, നല്ല സ്മൂത്ത് ആകുന്നതിന് എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഹെന്ന ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പലരും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെന്ന ചെയ്യുന്നവരെയൊക്കെ എനിക്കറിയാം. പിന്നെ വീട്ടിലും ഹെന്ന ചെയ്യുന്നവരുണ്ട്. ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഹെന്ന മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ചിലവരൊക്കെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഞാനെപ്പോഴും ഭയങ്കര സിമ്പിളായിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിലോട്ട് ചേർക്കാറില്ല. അപ്പോൾ ഞാനെങ്ങനെയാണ് ഹെന്ന മിക്സ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ കണ്ടോ, ന്യൂപുർ ഹെന്ന ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന്, ഇസ്രായേലിലുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാണ്, ഇത് ഞാൻ തെല്ലവീവിലെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് 20 ഷെക്കലാണ് ഈ ഒരു പാക്കറ്റിന് കേട്ടോ. ഇതൊരു 2-3 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ആദ്യമൊക്കെ വാങ്ങിച്ച ടൈമിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു. ഇപ്പം ക്വാണ്ടിറ്റി ആദ്യത്തെ അപേക്ഷിച്ച് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ വാങ്ങിക്കുമ്പോൾ അത് 2 പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു ഒരു പാക്കറ്റ്. ഇപ്പം ഒരു പാക്കറ്റ് ഒരു പ്രാവശ്യത്തേക്ക് തന്നെ, ഇച്ചിരി നന്നായിട്ട് മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. അതാണ് അതിലൊരിത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ഹൗ ടു യൂസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. 100% പ്യുവർ ഹെന്ന എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുകയാണല്ലോ, എനിക്ക് നന്നായിട്ട് തന്നെയാണ് തോന്നാറുള്ളത്. പിന്നെ ഞാൻ ഈ ന്യൂബർ ഹെന്ന അല്ലാതെ വേറെ ഹെന്ന ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വേറൊരു ഹെന്ന പൗഡർ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ. ഈ ഹെന്ന ഓൺലൈനിൽ വാങ്ങിക്കാം കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിലൊക്കെ വാങ്ങിക്കാം. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 250 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബൗളാണ് കേട്ടോ. ഒത്തിരി വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസാണ്. നിങ്ങൾക്കും ഏതാണോ വേണ്ടത് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ, പിന്നെ ഇത് കോഫി പൗഡറാണ്. അതെന്തിനാണ് വേണ്ടതെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാമേ. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈരും ഉണ്ട്, തൈരും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്, പിന്നെ ഹെന്ന പൗഡർ ആദ്യം നിങ്ങൾ കണ്ടല്ലോ പാക്കറ്റിലുള്ള അത്. അപ്പം ഇത് നമ്മുടെ കോഫി പൗഡർ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരുവിധം പെൺകുട്ടികളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകും മുടിക്കൊരു ചെറിയൊരു കളർ കൊടുക്കണം എന്നൊക്കെ അല്ലേ. അപ്പം ഇപ്പം എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കെമിക്കൽസൊക്കെ ചെയ്ത് മുടി കളർ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എന്നാൽ പക്ഷേ കളർ ചെയ്യുന്നത് ഇഷ്ടമാണ് താനും. അപ്പം ഞാൻ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കോഫി പൗഡർ ഉപയോഗിക്കും. ഞാൻ ഇതൊരു 2 സ്പൂൺ കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ അറിയത്തില്ല. നമ്മളൊരു വെയിലത്തേക്കൊക്കെ ഇറങ്ങുന്ന ആ സമയത്ത് മുടിക്ക് നല്ലൊരു കളർ ഉണ്ടാവും, നല്ല രസമുണ്ടാവും. എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ തലയിൽ എന്താ തേക്കണത്, നിൻ്റെ മുടിക്ക് എന്താണ് ഈ കളർ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്കുള്ള ഒരു ഉത്തരവും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ്, ഞാൻ കോഫി പൗഡറാണ് എണ്ണ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്, കളറിന് വേണ്ടിയിട്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ തൈര് അത് 2 സ്പൂണാണ്. ഈ സ്പൂണിന് 2 സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെയിം സ്പൂണിന് 2 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് കളർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോഫി പൗഡർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ ചുമ്മാ ചായവെള്ളമാണ്. ചായവെള്ളം എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണിത്. നന്നായിട്ട് പൊടിയിട്ടിട്ട് സാധാരണ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പൊടി കൂടുതൽ ഇട്ടിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത കട്ടൻ ചായയാണ് ഇത്. ഇത് നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുടി നല്ല സിൽക്കി ആവുന്നതിന് വേണ്ടിയിട്ടാണ് കട്ടൻ ചായ ഉപയോഗിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. നമ്മൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നോക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഹെന്ന പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഈ പാക്കറ്റിന് ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ എൻ്റെ മുടി അത്രയ്ക്ക് നീട്ടമില്ല, എന്നാലും ഞാൻ 1/4 ഭാഗത്തോളം ഉപയോഗിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേക്കുമ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര കൂടിപ്പോയാലും കുറയരുതെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് സംഭവം. അതുകൊണ്ട് ഞാനൊരു 1/4 ഭാഗത്തോളം ഞാനതിലോട്ട് എടുക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഒത്തിരി നീളമുള്ളവരാണെങ്കിൽ ഒരു പാക്കറ്റ് ഫുള്ള് വേണ്ടി വരും. നീളം കുറവുള്ളവരാണെങ്കിൽ ഇപ്പം ഞാൻ എടുക്കുന്ന അത്രയും എടുത്താൽ മതിയായിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ ബാലൻസ് ഇത്രയും ഇതിൽ ബാലൻസ് ഉണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുമ്പം നമുക്കത് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തതായതുകൊണ്ട് ഇതിൻ്റെ ഈ ഓപ്പൺ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ടൈറ്റായിട്ട് എയർ ഒന്നും കയറാതെ നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ഡേ നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ തൈരും കോഫി പൗഡറും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് 2 സ്പൂൺ തൈരാണ് ഞാൻ ഇത്രയും ഹെന്ന പൗഡറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് 2 സ്പൂൺ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് ഫുള്ള് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കോഫി പൗഡർ അതും കൂടെ അതിലോട്ട്, അതും 2 സ്പൂൺ തന്നെയാണ് കേട്ടോ, അതും ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കോഫി പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർത്താലും ഞാൻ ഈ പറഞ്ഞ അതേ കളറ് കിട്ടും. പക്ഷേ ബീറ്റ്റൂട്ട് അത് ജ്യൂസാക്കി എടുക്കാനൊക്കെ ഉള്ള മടി കൊണ്ട് ഞാൻ എപ്പോഴും കോഫി പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി കോഫി പൗഡറിന് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നതിന് കോഫി പൗഡർ വേണ്ട എന്നുള്ളവർക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഉണ്ടല്ലോ, അപ്പം ചായ നല്ല തണുത്ത ചായ ആയിരിക്കണം. നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തണുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ തണുത്ത ചായയാണ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പം നമുക്കറിയാം ഏകദേശം അതിൽ എത്രത്തോളം നമുക്ക് ആ ചായ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഈ തേയില വെള്ളം നമുക്ക് കുറേശ്ശെ അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സാധാരണ മിക്സ് ചെയ്യുമ്പം കൈയും കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യാറുള്ളത്. എനിക്കിഷ്ടമാണ് കയ്യിൽ കുറച്ച് ഹെന്നയുടെ കുറച്ച് കളറ് നമുക്ക് കയ്യിൽ വരുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൈയും കൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഹെന്ന മിക്സ് ആകാൻ കുറച്ച് നല്ല പാടാണ്. കാരണം അത് ഇങ്ങനെ കട്ടയായിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണും കൊണ്ടൊക്കെ മിക്സ് ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സ്പൂൺ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യണത്. പിന്നെ ഇത് കുറച്ച് നന്നായിട്ട് ഷേക്ക് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഷേക്ക് ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഹെന്ന ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ കട്ടയായിട്ട് കിടപ്പുണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ കട്ടിയൊന്നുമില്ലാതെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെള്ളം പോലെ ആവരുത്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ ആ തലയിൽ കൂടെ ഒഴുകിപ്പോവും. അപ്പോൾ പിന്നെ ഞാൻ ഇതിലോട്ട് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുകയാണ്. ഞാനൊരു ഹാഫാണ് എടുത്തിട്ടുള്ളത്, വലിയ ലെമണാണ്, അതിലൊരു ഹാഫാണ് എടുത്തത്. അത് ഫുള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തില്ല. നിങ്ങൾക്ക് ഒരു സ്പൂൺ 1.5 സ്പൂണൊക്കെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ബാക്കിയത്തേയും കൂടെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ.
ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? നമ്മുടെ തലയിൽ താരൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ കൂടാതെ നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, താരം പോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെമഡി ഇട്ടിട്ടുണ്ട്. അതാരും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് അപ്പം മുകളിൽ ഐ ബട്ടണിൽ വരും, അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ തൈരും ലെമണും എല്ലാം നമ്മുടെ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കൂടെ. അപ്പം ഹെന്ന ഉപയോഗിക്കുന്നതിന് പല കാരണങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. തലയിൽ താരനുണ്ടെങ്കിൽ അത് പോകുന്നതിനും തലമുടി നല്ല സിൽക്കി ആകാനും സ്മൂത്ത് ആകുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെന്ന ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, ആണുങ്ങൾക്കും ഉപയോഗിക്കാം. മുടി നന്നായിട്ട് നല്ല സ്റ്റൈലായിട്ട് നോക്കുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഹെന്ന ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഹെന്നയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹെന്നയിൽ മുട്ടയുടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറില്ല. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെന്ന തേക്കുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ഈ ഹെന്നയിൽ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ തന്നെ വെക്കുക. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ വൈകിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഡേ ടൈമിൽ എപ്പോഴെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ 6 മണിക്കൂർ എന്നൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഫി പൗഡറും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലെ കളറെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ 6 മണിക്കൂർ കണക്ക് പറയുന്നത്. നിങ്ങൾ അതിലും കൂടുതലും വെക്കുന്നതായിരിക്കും നല്ലത്. 6 മണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ടുണ്ടാകണം. പിന്നെ ഇത് തലയിൽ തേച്ചതിന് ശേഷം കളർ കുറച്ചും കൂടെ കളറിനും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കുക. കളറൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മുടിയുടെ ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ അരമണിക്കൂർ മുതൽ ഒരു 40 മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ മതിയായിരിക്കും. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് മാസത്തിൽ 2 പ്രാവശ്യം ഹെന്ന ഉപയോഗിച്ചാൽ മതി. എല്ലാ ആഴ്ചയും ഒന്നും തേക്കണ്ട കേട്ടോ. 15 ദിവസം കൂടുമ്പം ഹെന്ന ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. അത് നമ്മുടെ തലയിൽ താരനൊന്നും ഇല്ലാതിരിക്കുന്നതിന്, മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ വേറെന്താ, നിങ്ങൾ ഹെന്ന ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുന്ന ടൈമിൽ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഷാമ്പു ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെന്താ, ഹെന്ന തേക്കുമ്പോൾ ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹെന്ന തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊന്നും ചീത്തയാകാതെ ഹെന്ന ഇതാകാൻ പറ്റും. കാരണം നമ്മൾ എത്രയൊക്കെ തേച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ അതുവഴി ഇതുവഴിയൊക്കെ ഒഴുകി വരുന്നുണ്ടാവും. അപ്പോൾ ഡ്രസ്സൊന്നും വെറുതെ ചീത്തയാക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു.